വൈകുന്നേരം 4 മണിയാകുമ്പം ബജിക്കടയിലേക്ക് ആരും ഓടല്ലേ. എല്ലാവർക്കും പ്രിയപ്പെട്ട ഉരുളക്കിഴങ്ങ് ബോണ്ടയില്ലേ, അത് തന്നെ, ആ മസാല ബോണ്ട. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം. മസാലയൊന്നും റെഡിയാക്കേണ്ട താമസം മാത്രമേ ഉള്ളേ. നമുക്ക് അതിനായി കടലമാവ് എടുക്കാം. 2 കപ്പ് കടലമാവ് അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കളറിനായിട്ട് ചേർത്ത് കൊടുക്കണേ. മാവിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തത് കലക്കിയെടുക്കാം. കട്ടിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട്, അധികം വെള്ളമായി പോകരുത്. ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലേക്ക് വരണം. ഇനി നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മസാലയ്ക്കായിട്ട് കുറച്ച് ചേരുവകൾ നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരു 4-5 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയും കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 പച്ചമുളകും ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പാനിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് പെരിഞ്ജീരകം കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാള കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം ബ്രൗൺ നിറമാകേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചതച്ച് വെച്ചിരുന്ന ചേരുവകൾ കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം ഒന്ന് മാറണം, അത്രേ വേണ്ടൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം. ഒരു പിഞ്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര കിലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിരുന്നത് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് അധികം അങ്ങ് പേസ്റ്റ് പോലെ ആയിപ്പോകരുത്. ചെറിയ കഷ്ണങ്ങളൊക്കെ ബോണ്ടയ്ക്കകത്തുണ്ടെങ്കിലേ ടേസ്റ്റുള്ളൂ. ഇപ്പോൾ എല്ലാം നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവാണെന്ന് കണ്ടപ്പോൾ അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിനി എല്ലാം ഒന്ന് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാമേ. ഈ ഒരു വലിപ്പത്തിൽ മതി. മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കായിരുന്നേ. അതിലേക്ക് നമുക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണേ. ഇനി ഓരോ ഉരുളകളും മാവിൽ മുക്കിയെടുക്കാം. എണ്ണ നേരത്തെ തന്നെ ചൂടാകാൻ വച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് അധികം താമസമൊന്നുമില്ല കേട്ടോ മൊരിഞ്ഞ് വരാൻ. ഇത് വേഗം റെഡിയായി കിട്ടും. 3 മിനിറ്റ് മാക്സിമം മതിയേ. കറക്റ്റ് കളറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഇത് എണ്ണയും അധികം അബ്സോർബ് ചെയ്യാത്തൊരു പലഹാരമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കുറച്ചൊന്ന് സമയം ചിലവാക്കിയാൽ എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.